ഞാനല്ലാണ്ട് ഇനിയാ വിശ്വസിക്കേണ്ടതെന്ന് തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരിക്കുന്നത് മനസ്സിലായോ? നിങ്ങളെ മക്കളെ തീരെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് എന്തായോ, മക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്ന പ്രായം 21 വയസ്സാണ്. എല്ലാം ഓർമ്മിച്ചാണ് വെച്ചോ. ഇവർക്ക് ഭയങ്കര ബുദ്ധികളായിട്ടല്ലെന്ന് തോന്നും. ഒരു ബുദ്ധി ആയിട്ടിരിക്കുക. വേണ്ടാത്ത ബുദ്ധി മാത്രമേ 18 വയസ്സ് വരെ നിങ്ങളെ മക്കൾക്ക് ഉണ്ടാവും. അത് നമുക്ക് അങ്ങനെ തന്നെയായി. ശരിയാണോ തെറ്റാണോ? നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുടെ തോന്നുന്നത് എന്തുകൊണ്ടാണ് മക്കൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നത്? എന്റെ കാര്യം പറയുന്നത് നമ്മക്കെല്ലാം എന്തൊക്കെ അറിയാതെ ഐറ്റികളിലെ മറച്ചിങ് ഉണ്ടാവുമല്ലോ. നിങ്ങളെ മക്കളങ്ങനെ മറച്ചെടുക്കണ്ട. സ്വാഭാവികമായിട്ടും മക്കൾക്ക് ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? മക്കൾ മൊബൈൽ ഫോണിൽ തോണ്ടുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഉമ്മക്ക് ഇതെന്തെങ്കിലും അറിയാവാ. എന്റെ 96 വയസ്സുള്ള അമ്മ ഉണ്ട്, അമ്മ മരണപ്പെട്ടത്. അമ്മയ്ക്ക് ഞാൻ ഒരിക്കലും സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തില്ല. അത് ഞെക്കുന്ന ഫോണേ വാങ്ങിക്കൊടുത്തില്ല. അതിനറിയുന്നേക്കാൾ വേണ്ടത് എന്റെ അമ്മ, ഞാനെല്ലാം അമ്മേന്റെ മുമ്പ് ഇങ്ങനെ മാന്തുമ്പോ എന്റെ അമ്മ പറഞ്ഞൊരു വർത്താനം, എനക്ക് മാത്രം കുത്തുന്നേ, നിങ്ങൾക്കെല്ലാം മാന്തുന്നേ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ പെങ്ങള് അമ്മക്ക് ഒരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു. ഈ സ്മാർട്ട് ഫോൺ കണ്ടപ്പോ അമ്മക്ക് ഇതിൽ നമ്പറും ഇല്ല, പച്ചയും ഇല്ല, ചോപ്പും ഇല്ല. എന്നെ കൊണ്ടേയില്ലേ പച്ചയിലാവുമ്പോൾ ഞെക്കുന്ന സാധനം കാണുമല്ലോ. എന്റെ അമ്മക്ക് എന്നോട് ചോദിക്കാൻ മടി, ഇതെങ്ങനെയാ ഞെക്കണ്ടേന്ന്. എന്റെ അമ്മേന്റെ ഗുരുനാഥനാരാ വരുന്നത്? എന്റെ 6ാം ക്ലാസ്സിലെ ചെക്കൻ, ഒരു 6 വയസ്സിലെ 1ാം ക്ലാസ്സിലെ ചെക്കൻ. ഞാനെല്ലാം ഓഫീസിൽ പോകുമ്പോ അമ്മ ചെക്കനെ വല്ല കൊടുക്കും. അപ്പൊ ചെക്കൻ ഓടി ഓടി ചെന്ന് ചോദിക്കും, അമ്മ അച്ഛമ്മ എന്താ ഇതൊന്ന് പഠിപ്പിക്കണം. ഈ ചെക്കനിലെ ഇവിടെ ഞെക്കി തുറന്നിട്ട് എന്റെ അമ്മേനെ പഠിപ്പിക്കുന്നത് ഞാൻ CCTV കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ ചിരിച്ചു വിട്ടു. എന്റെ അമ്മ പറയാ, ഓനോട് പറയണ്ട. ആരോടാ പോയെ? എന്നോട് പറയണ്ട. ഇത് എനിക്ക് എന്തെങ്കിലും വായിച്ചു ഇതൊന്ന് പഠിപ്പിക്കുന്ന പറയുമ്പോ ഈ ചെക്കൻ എന്റെ അമ്മയോട് ചോദിക്കുക, ഇത്ര വയസ്സായിട്ട് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോ എന്റെ അമ്മ പറഞ്ഞ ആരോടും പറയണ്ട. അങ്ങനെ ഈ ചെക്കൻ എന്റെ അമ്മയെ പഠിപ്പിച്ചൊരു രീതി, പച്ച ഞെത്തുമ്പോൾ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ, ഇതൊച്ച, ഇവിടെ ഇങ്ങനെയൊക്കെ ഒച്ച ഇല്ലല്ലോ, ഇത് ഓപ്പൺ, അങ്ങനെയൊക്കെ പഠിപ്പിക്കുക. പച്ച ചോപ്പ് ഒച്ച ഓപ്പൺ, പച്ച ചോപ്പ് ഒച്ച ഓപ്പൺ. പക്ഷെ 92 ഇങ്ങനെ പച്ച ചോപ്പ് ഓപ്പൺ ഇങ്ങനെ പഠിച്ച് 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 അവസാനം എന്റെ മോനെ എന്റെ അമ്മയോട് ചോദിക്കുക, നിങ്ങൾ പഠിച്ചാ? പച്ച ചോപ്പ് പച്ച. ഇവിടുത്തെ എങ്ങനെ പഠിച്ച് പഠിച്ച് എന്റെ ചെക്കൻ അങ്ങോട്ട് പോയി. 5ാമത്തെ വീട്ടിൽ അമ്മയുടെ ഫോണിൽ കോള് വന്നു. കോള് വന്നപ്പോൾ എന്താ സംഭവിക്കുക? സ്മാർട്ട് ഫോണിൽ പച്ച ഒരു സൈഡിൽ പടക്കുന്നു, ചുവപ്പ് വേറെ സൈഡിൽ പടക്കുന്നു, പ്ലസ് പടക്കുന്നു, ഒച്ച പടക്കുന്ന ഒരു പടക്കൽ മൊത്തത്തിൽ 92 എല്ലാം മറന്നുപോയി. 92 വിളിച്ചപ്പോ ഈ ചെക്കൻ്റെ 2ാമതൊരു എൻട്രി ഉണ്ട്. ഒരു വില്ലനാക്കം വരുന്ന പോലെ എന്റെ അമ്മയോട് ചോദിക്കുക, എത്ര പഠിപ്പിച്ചു, നിങ്ങൾ എന്തിനായി പഠിച്ചത്? എന്റെ അമ്മ പ്രാവശ്യം ഇവന്റെ സൗണ്ടിൽ വന്ന മാറ്റം മാത്രം മതി ഇവന്റെ അഹങ്കാരം മനസ്സിലാവും. അമ്മ വച്ച് വെക്കിയിട്ട് ഇങ്ങനെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോനോന്റെ പാട്ടിൽ പോയപ്പോ ഞാൻ എഴുതോ കീഴി വന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു വർത്താനമുണ്ട്, എന്റെ മോനെ മരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ചെന്ന് വെച്ചപ്പോ BP കൂടിയാ, അമ്മ BP കൂടിയാ, അതിന് ഗുളിക എഴുതും.